ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ പ്രകൃതിയുടെ സംരക്ഷകരാകാൻ വിളിക്കപ്പെട്ടവരെന്ന് ഫ്രാൻസിസ് പാപ്പ. സെപ്റ്റംബർ മാസത്തെ പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം സമുദ്രങ്ങളുടെ സംരക്ഷണമെന്നും പാപ്പ അറിയിച്ചു. സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിന്റെ പ്രാധാന്യവും പാപ്പ ഉയർത്തിക്കാട്ടി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 4 വരെ തുടരുന്ന സൃഷ്ടികളെ അനുസ്മരിക്കുന്ന ദിനങ്ങൾ സകല സൃഷ്ടികൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നതിനായി പ്രത്യേകം മാറ്റിവെക്കണമെന്ന് പാപ്പ പറഞ്ഞു. ഏറെ ഭീഷണികൾ നേരിടുന്ന ഭൂമിയുടെ രോദനത്തിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം മനുഷ്യർ ഗൗരവത്തോടെ നോക്കിക്കാണണമെന്നും പാപ്പ അനുസ്മരിപ്പിച്ചു. നമ്മുടെ പൊതുഭവനത്തിന്റെ സംരക്ഷണത്തിനായി കൂടുതൽ ജാഗ്രതയോടെയും പ്രതിബദ്ധതയോടെയും പ്രവർത്തിക്കണമെന്നും പാപ്പ വ്യക്തമാക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിനും മലിനീകരണത്തിനുമെതിരെ ഭരണകൂടങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പാപ്പ പറഞ്ഞു. സമുദ്ര സംരക്ഷണത്തിന്റെ ജാഗ്രതയെ ഓർമ്മിപ്പിക്കുന്നതാണ് പാപ്പയുടെ ഈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം. പ്രാർത്ഥനാ നിയോഗം അടങ്ങിയ വീഡിയോ വത്തിക്കാൻ പുറത്തുവിട്ടു. Los océanos contienen la mayor parte del agua del planeta y también la mayor variedad de seres vivientes, muchos de ellos amenazados por diversas causas. La creación es un proyecto del amor de Dios hacia toda la humanidad. Nuestra solidaridad con la casa común nace de nuestra fe. Recemos este mes para que los políticos, los científicos, los economistas trabajen juntos por la protección de los mares y de los océanos. ഭൂമിയുടെ പകുതിയിലധികം വരുന്ന ജലസ്രോതസ്സുകളെയും അവയിലുള്ള ബൃഹത്തായ ജൈവ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണെന്ന് പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.